കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ നൽകിയ ക്വസ്റ്റിന്റെ സൊല്യൂഷനിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: രണ്ട് സമതല ദർപ്പണങ്ങൾ ലംബമായി വച്ചാൽ അവയ്ക്കിടയിൽ എത്ര പ്രതിബിംബങ്ങൾ രൂപപ്പെടും എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ സമതല ദർപ്പണങ്ങൾ രണ്ടെണ്ണമുണ്ട്. അപ്പോൾ അവയ്ക്ക് ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ് അത് പറയുന്നില്ല. അതിന് പകരം ഇവിടെ ഒരു വേർഡ് പറയുന്നുണ്ട്, ലംബമായി വച്ചാൽ. ലംബം എന്ന് പറഞ്ഞാൽ അത് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ആ രണ്ട് ദർപ്പണങ്ങൾക്കിടയിലുള്ള ആംഗിൾ എത്രയാണെന്ന് കിട്ടി? 90 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇതാണ്: 360 ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് 1 എന്നുള്ളതാണ് ഇക്വേഷൻ. 360 ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് 1. ഈ തീറ്റ എന്ന് പറയുന്നതാണ് ഇതിനിടയ്ക്കുള്ള ഇൻക്ലൈൻഡ് ആംഗിൾ. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള ആംഗിൾ എത്രയാണ്? 90 ആണ്. ഇനി എത്രയാണോ ആംഗിൾ പറയുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ആ തീറ്റയ്ക്ക് പകരം ആ ആംഗിൾ ഇട്ട് കൊടുത്താൽ എത്രയാണോ പ്രതിബിംബം കിട്ടുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ 360 ഡിവൈഡഡ് ബൈ 90 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. 90 മൈനസ് 1 ആണ്. 360 ഡിവൈഡഡ് ബൈ 90 ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. 4 മൈനസ് 1 എത്രയാണ്? അത് 3 ആണ്. അപ്പോൾ ലംബമായിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ എത്ര പ്രതിബിംബം രൂപപ്പെടും? 3 പ്രതിബിംബം രൂപപ്പെടും.